ഹായ് ഡിയർ ഓൾ, വെൽക്കം ബാക്ക് ടു ഫിൽസ് ഡയമെൻഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സബ്സ്റ്റൻസ് പെയിൻറ്ററിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത ടെക്സ്റ്റേഴ്സ് മായയിൽ എങ്ങനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യും, മായയിലോട്ട് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, തുടങ്ങാം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു മോഡൽ, ആ ചെയ്ത മോഡൽ ഓൾറെഡി ഏതിൻ്റെയാണോ ടെക്സ്റ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തത് ആ മോഡൽ മായയിൽ ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പോകേണ്ടത് ഷെൽഫ് ഏരിയയിലോട്ട് പോകണം. ഷെൽഫ് ഏരിയ അവിടെ പോയിട്ട് നമുക്ക് സബ്സ്റ്റൻസ് നോക്കണം. സബ്സ്റ്റൻസ് ഇവിടെ ഉണ്ട്. ഇനി സബ്സ്റ്റൻസ് ഇല്ല, ഇവിടെ കാണുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം വിൻഡോസ്, അങ്ങനെ ഇല്ലാത്തവർക്ക് വിൻഡോസിൽ പോവാം, സെറ്റിങ്സ് പ്രിഫറൻസിൽ പോവാം, പ്ലഗിൻ മാനേജറിൽ പോവാം. അവിടെ ചെന്നിട്ട് സബ്സ്റ്റൻസ് എന്ന് ഒന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇവിടെ അപ്ലൈ ടു ഓൾ, ലോഡഡ്, ഓട്ടോ ലോഡഡ്, substance.mll, substance link.mll, substance maya.mll, substance workflow.py. ഇത്രയും കാര്യങ്ങൾ ലോഡറും ഓട്ടോ ലോഡും ഓപ്ഷൻസ്, ടിക്ക് ഓപ്ഷൻസ് ഫുൾ ടിക്ക് ഓൺ ചെയ്യുക. ഓക്കെ, ദെൻ ക്ലോസ് ചെയ്തേക്കാം. ആ ഒരു സമയത്തായിരിക്കും നമുക്ക് ഷെൽഫിലോട്ട് ഈ സബ്സ്റ്റൻസ് വരിക. ഓക്കെ, ബാക്കിയുള്ള ഷെൽഫ് ഐറ്റംസിനെ പോലെ നമുക്ക് സബ്സ്റ്റൻസിൻ്റെയും ഷെൽഫ് ഐറ്റം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത്ര മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ ഈ സബ്സ്റ്റൻസിൻ്റെ ഷെൽഫിൽ വന്നിട്ട് ഈ ഒരു ഐക്കൺ അപ്ലൈ വർക്ക് ഫ്ലോ ടു മാപ്സ്, അപ്ലൈ സബ്സ്റ്റൻസ് വർക്ക് ഫ്ലോ ടു ഇമേജ് മാപ്സ് എന്നൊരു ഐക്കൺ കാണും. ഈ 3 സ്ക്വയർ ഐക്കൺസ്, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് റൈറ്റിലോട്ടൊരു ആരോ മാർക്ക്, പിന്നെ ഒരു സർക്കിൾ കാണാം. സോ അങ്ങനത്തെ ഒരു ഐക്കണാണ്. സോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം അപ്ലൈ വർക്ക് ഫ്ലോ ടു ഇമേജ് മാപ്സ് എന്നുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വർക്ക് ഫ്ലോ, അർണോൾഡ്, വേറെയും കുറേ കാര്യങ്ങളുണ്ട്. സ്റ്റാൻഡേർഡ് സർഫസ്, റെൻഡർമാൻ, VRNext, റെഡ് ഷിഫ്റ്റ്, മാക്സ്വെൽ. പക്ഷേ നമ്മൾ അർണോൾഡിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്, ബിക്കോസ് നമ്മൾ അർണോൾഡിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ചാനൽസ്, സെലക്ട് മൾട്ടിപ്പിൾ മാപ്സ് എന്ന് കാണിച്ചിട്ടുണ്ട്. അവിടെ ബേസ് കളർ, നോർമൽസ്, റഫ്നെസ്, മെറ്റാലിക്, ആംബിയൻ്റ് ഒക്ലൂഷൻ, ഹൈറ്റ്, എമിസീവ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓരോരോ ടെക്സ്റ്റൈൽസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഓരോരോ മെറ്റീരിയൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. സോ ചാനൽസിൽ വന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം ചാനൽസിനിടയിലുള്ള സെലക്ട് മൾട്ടിപ്പിൾ മാപ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വേണ്ട മെറ്റീരിയൽസ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് നമ്മൾ ഓൾറെഡി എക്സ്പോർട്ട് ചെയ്തതിനെ സെലക്ട് ചെയ്യുക. അതിന് ഇവിടെയല്ല ഉള്ളത്. ഞാനിപ്പം തൊട്ട് മുമ്പത്തെ ഒരു ഫോൾഡർ ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് എന്ന ഏരിയയിലുണ്ട്. കണ്ടില്ലേ, ബേസ്, ഹൈറ്റ്, മെറ്റൽനെസ്, നോർമൽ, റഫ്നെസ്, ഇത്രയും മാത്രം നോക്കാം. ചെക്ക് ചെയ്യുന്നു, സെലക്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്ന് കയറിയിട്ടുണ്ട്. ബേസ് കളർ, നോർമൽ, റഫ്നെസ്, മെറ്റാലിക്, ആംബിയൻ്റ് ഒക്ലൂഷൻ ഇല്ല, അതുകൊണ്ടൊന്നുമില്ല. ഹൈറ്റ് ഉണ്ട്, അത് വന്നു. കണ്ടോ, പാത്ത് ഇറങ്ങുന്നുണ്ടോ. ബേസ് കളർ .png, നോർമൽ .png, ബൂട്ട് ഹീൽ, റഫ്നെസ് .png, ബൂട്ട് ഹീൽ, മെറ്റൽനെസ് PNG, ബൂട്ട് ഹീൽ, ഹൈറ്റ് PNG, അങ്ങനെ കുറേ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ മാപ്സ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സീനിലോട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹിറ്റ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇപ്പോഴും നമുക്കിതിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നേരെ ഹൈപ്പർ ഷെയ്ഡിൽ ഒന്ന് പോവാം. ഹൈപ്പർ ഷെയ്ഡിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അർണോൾഡ് സ്റ്റാൻഡേർഡ് എന്നൊരു AI സ്റ്റാൻഡേർഡ് സർഫസിൻ്റെ ഒരു മെറ്റീരിയൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉണ്ട്, ഇതാ ഇവിടെ ഉണ്ട്. സോ അതിനെ എടുത്തിട്ട് നമ്മൾ സീനിലോട്ടൊന്ന് ആ ക്യാരക്ടറിനെ വേണ്ടതൊന്ന് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. അല്ലെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക്, അസൈൻ മെറ്റീരിയൽ ടു സെലക്ഷൻ, അല്ലെങ്കിൽ അതിന് മുമ്പ് ഗ്രാഫ് നെറ്റ്വർക്ക് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഗ്രാഫ് നെറ്റ്വർക്ക് ചെക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ഏതിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നറിയാൻ പറ്റും. കണ്ടില്ലേ, പ്ലേസ് ടു ഡി ടെക്സ്റ്റൈൽസ്, മാൻ FBX ബൂട്ട് ഹീൽ നോർമൽ PNG, മാൻ FBX ബൂട്ട് ഹീൽ ബേസ് കളർ, ആൻഡ് മാൻ FBX ബൂട്ട് ഹീൽ റഫ്നെസ്, ബംപ്, മാൻ FBX ബൂട്ട് ഹീൽ മെറ്റൽനെസ്, മൾട്ടിപ്ലൈ, ഡിവൈഡ് 1, അങ്ങനെ കുറേ. ഇതെല്ലാം ഈ ഒരു AI സ്റ്റാൻഡേർഡ് സർഫസിലോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രാഫ് നെറ്റ്വർക്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അപ്പോൾ നമുക്കത് ഉറപ്പായി അതിലാണ്. സോ ഞാൻ നമ്മുടെ മോഡലിനെ സെലക്ട് ചെയ്തു ആൻഡ് AI സ്റ്റാൻഡേർഡ് സർഫസിനെ സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തു. ടെക്സ്ചർ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം വന്നിട്ടുണ്ടോ എന്ന്. ഇല്ല. ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ അസൈൻ മെറ്റീരിയൽ ടു സെലക്ഷൻ കൊടുക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ആക്ച്വലി ഇവിടം വരെ ഉള്ളൂ. സോ ഈ ഒരു 3D മോഡൽ നമ്മൾ നോക്കുന്നു. അതിൻ്റെ മെറ്റീരിയൽ ആട്രിബ്യൂട്ട്സ് നമുക്ക് കാണാൻ പറ്റും. ആട്രിബ്യൂട്ട് ഡീറ്റെയിലിൽ പോയി കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാം. AI സ്റ്റാൻഡേർഡ് സർഫസിലോട്ട് വന്നു. കണ്ടോ, കളർ ഓൾറെഡി കണക്റ്റഡ് ആയിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക ആൻഡ് ഇമേജ് നെയിം
പാർട്ട് 7 ടെക്സ്റ്റ് ഫോൾഡർ, അതിനകത്ത് മാനഫിക്സ് ബൂട്ട് ഹീൽ basecall.png സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ വീണ്ടും ഒന്ന് മെറ്റീരിയൽ ആട്രിബ്യൂട്ട്സ് എടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് പോയിട്ട് ASN സർവീസ് എടുക്കുമ്പോഴത്തേക്ക് കണ്ടോ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കളറിൽ കണക്റ്റ് ആയിട്ടുണ്ട്. അത് ഇവിടെ ഇങ്ങനെ കാണിച്ചു ഇങ്ങനത്തെ ഐക്കൺ. മെറ്റൽനെസ്സിൽ കണക്റ്റ് ആയിട്ടുണ്ട്, സ്പെക്കുലറിനകത്ത് പോയിട്ട് റഫ്നെസ് കണക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെയും അതിൻ്റെ ചാനൽസിൽ ഓട്ടോമാറ്റിക്കലി പോയി കണക്റ്റ് ആവും. അതാണ് ഈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു രീതി. സോ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മായയിലോട്ട് സബ്സ്റ്റൻസ് പെയിൻറ്ററിൽ എക്സ്പോർട്ട് ചെയ്ത ടെക്സ്റ്റൈൽസ് എങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ അത് ഇവിടെ കഴിഞ്ഞു. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഡൗട്ട്സും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ ഗൈസ്.